മാസവും ഒരു പകുതിയാകുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഒരു ആലോചന ഇങ്ങനെ തലവെക്കും. എന്നും ഇങ്ങനെ മറ്റുള്ളവരുടെ കീഴിൽ ശമ്പളമൊക്കെ വാങ്ങി നടന്നാൽ മതിയോ, സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വലിയ പൈസക്കാരിയാവണ്ടേ എന്നൊക്കെ. അങ്ങനെ അത് ആലോചിച്ച് തീരും മുന്നേ ഇൻസ്റ്റഗ്രാം അൽഗോരിതം എൻ്റെ മനസ്സ് വായിച്ചതുപോലെ കുറച്ച് റീൽസ് സജസ്റ്റ് ചെയ്യും. അതിൽ കോട്ടിട്ട് ഒരാൾ വന്നിരുന്ന് പറയും, ഈ 9 to 5 ജോബൊക്കെ ഒരുതരം ജയിലാണ്, നിങ്ങൾ മുതലാളിമാരുടെ അടിമയാണ് എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ ചോര തിളച്ച് ജോലി കളയാൻ ഫുൾ മോട്ടിവേഷനിൽ ഞാനിങ്ങനെ കത്തിക്കയറിയിരിക്കുന്ന സമയത്തായിരിക്കും ഫോണിൽ ആ ട്രിങ് എന്ന ശബ്ദം വരുന്നത്. നോക്കുമ്പോൾ ദാ കിടക്കുന്നു, സാലറി ക്രെഡിറ്റഡ്. അതോടെ തീർന്നു ആവേശം. എന്നാൽ പിന്നെ പ്രതികാരം പിന്നെ ചെയ്താലും പോരെ എന്ന് പറഞ്ഞ് ഫോൺ പോക്കറ്റിലിട്ട് ഞാൻ വീണ്ടും പഴയപടിയാകും. സത്യം പറയും, നിങ്ങളും ഇതുപോലെ എത്ര വൈകുന്നേരങ്ങളിൽ ഓഫീസ് ക്യാൻറ്റീനിലിരുന്ന് ചായയും കുടിച്ച് കൂടെ ജോലി ചെയ്യുന്നവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങും, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ ആ സാലറി മെസ്സേജ് തരുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് വലിച്ചെറിഞ്ഞ് രാജിവെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഈ രണ്ടും കൽപ്പിച്ച് നിങ്ങൾ അങ്ങനെ ജോലി കളഞ്ഞ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ടെക്സ്റ്റ് ബുക്കാണ് ഈ വീഡിയോ. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് പ്രോഫിറ്റ് ന്യൂസ് പേഴ്സണൽ ഫിനാൻസ് സെഗ്മെന്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അപ്പോൾ കിട്ടിയ ഒരു ധൈര്യത്തിൽ നിങ്ങൾ രാജിവെച്ചു എന്ന് തന്നെ കരുതുക. കമ്പനിയിൽ നിന്ന് നല്ലൊരു യാത്രയിപ്പൊക്കെ തന്നു, കേക്കൊക്കെ മുറിച്ചു, നിങ്ങളൊരു ഹീറോ ആയിട്ട് പടിയിറങ്ങി. തൊട്ടടുത്ത ശനിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾ ആഘോഷമാക്കും. ഐ എം മൈ ഓൺ ബോസ് എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നോക്കിയൊരു ഫുൾ കോൺഫിഡൻസിൽ നിൽക്കും. പക്ഷെ ശരിക്കുമുള്ള കളി തുടങ്ങുന്നത് തൊട്ടടുത്ത തിങ്കളാഴ്ച രാവിലെയാണ്. കഴിഞ്ഞ 5-6 വർഷമായി തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് അലാം അടിക്കുമ്പോൾ നെഞ്ചിടിപ്പോടെ ചാടി എഴുന്നേറ്റിരുന്ന ഒരു നിങ്ങളുണ്ട്. 9 മണിക്ക് ലോഗിൻ ചെയ്യണം, അല്ലെങ്കിൽ 9:30 മാനേജറുടെ വക നല്ലത് കിട്ടുമെന്ന് പറഞ്ഞ് ഓടിപ്പാഞ്ഞിരുന്ന ഒരു നിങ്ങൾ. എന്നാൽ ഈ തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് നിങ്ങൾ ബെഡിൽ കിടന്ന് പതുക്കെ കണ്ണു തുറക്കുന്നു. അലാം അടിച്ചിട്ടില്ല. ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഓഫീസ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള മെസ്സേജുകളോ മെയിലുകളോ ഒന്നുമില്ല. വല്ലാത്തൊരു നിശബ്ദത. ആദ്യത്തെ 2 ദിവസം ഈ ഫ്രീഡം നിങ്ങൾ വല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റും. എന്തൊരു സമാധാനം എന്നൊക്കെ തോന്നും. പക്ഷേ ഒരു 1.5 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളോട് പതുക്കെ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങും. ശരിക്കും നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ ദിവസങ്ങൾ പതുക്കെ കടന്നു പോകും. നിങ്ങൾ വീട്ടിലിരുന്ന് നിങ്ങളുടെ ബിസിനസ് പ്ലാനുകൾ എഴുതുന്നു, ലോഗോ ഡിസൈൻ ചെയ്യുന്നു. അപ്പോഴാണ് അടുത്ത മാസത്തെ ആ 1-ാം തീയതി വരുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ചായയും കുടിച്ച് ഫോണിലേക്ക് നോക്കിയിരിക്കും. എല്ലാ 1-ാം തീയതിയും ബാങ്കിൽ നിന്ന് വന്നിരുന്ന ആ മെസ്സേജ്, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് INR. അന്ന് ആ മെസ്സേജ് വരില്ല. അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും വരാതിരിക്കുമ്പോൾ തലച്ചോറിലേക്ക് പതുക്കെ ഒരു തണുപ്പിങ്ങനെ അരിച്ചു കയറും. ഇതിനെയാണ് സൈക്കോളജിയിൽ ദ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അതുവരെ നിങ്ങളെ സൊസൈറ്റിയും സുഹൃത്തുക്കളും തിരിച്ചറിഞ്ഞിരുന്നത് നിങ്ങളുടെ കമ്പനിയുടെ ലേബിൾ വെച്ചാണ്. അവൻ ആ മൾട്ടിനാഷണൽ കമ്പനിയിൽ പ്രോജക്റ്റ് മാനേജറാണ്, അവൾ ആ ബാങ്കിൽ മാനേജറാണ്, അങ്ങനെ. പക്ഷെ പെട്ടെന്ന് ആ ലേബിൾ അപ്പാടെ ഇല്ലാതായി നിങ്ങൾ വെറും ഒരു അൺഎംപ്ലോയിഡ് അല്ലെങ്കിൽ ആസ്പയറിംഗ് ബിസിനസ്സുകാരൻ എന്ന കാറ്റഗറിയിലേക്ക് മാറും. ഇനി ബിസിനസ് തുടങ്ങി എന്നിരിക്കട്ടെ, ആദ്യത്തെ 3 മാസം വമ്പൻ പണിയായിരിക്കും. പക്ഷെ പറയത്തക്ക വരുമാനമൊന്നും കാണത്തുമില്ല. അങ്ങനെ നിങ്ങൾ രാത്രി എഡിറ്റിങ്ങും പ്ലാനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ മടുത്തിരിക്കുമ്പോൾ പതുക്കെ ഇൻസ്റ്റഗ്രാമും ലിങ്ക്ഡിനും ഒന്ന് തുറക്കും. അപ്പോൾ ദാ വരുന്നു നിങ്ങളുടെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന, നിങ്ങളെക്കാൾ കുറഞ്ഞ ശമ്പളം വാങ്ങിയിരുന്ന ഒരു പയ്യൻ്റെ പോസ്റ്റ്. എക്സ്ട്രീംലി ഹാപ്പി ടു അനൗൺസ് ദാറ്റ് ഐ ഹാവ് ബീൻ പ്രൊമോട്ടഡ് ആസ് സീനിയർ ഡയറക്ടർ. കൂടെ പുള്ളി പുതിയതായി വാങ്ങിയ കാറിൻ്റെയോ വീടിൻ്റെയോ ഒരു ഫോട്ടോയും. താഴെ കമൻറ്റുകൾ മൊത്തം കൺഗ്രാജുലേഷൻസ് ബ്രോ, പ്രൗഡ് ഓഫ് യു എക്സെട്ര. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു സാധനം പതുക്കെ കത്താൻ തുടങ്ങും. ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ചുമ്മാ ഒരു ആവേശത്തിന് എടുത്ത് ചാടി റിസൈൻ ചെയ്തതാണോ ഞാൻ? അവരൊക്കെ ലൈഫിൽ മുന്നോട്ട് പോകുന്നു, ഞാൻ മാത്രം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഇതും പോരാഞ്ഞ് പണ്ട് ഓഫീസിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ മിസ്സായാൽ മാനേജർ വന്ന് ചീത്ത പറയും. നിങ്ങൾ മനസ്സിലായാൽ 2 തെറിയും വിളിച്ച് ക്യാൻറ്റീനിൽ പോയി ഒരു സിഗരറ്റും വലിച്ച് ആ ദേഷ്യം അവിടെ തീർക്കും. പക്ഷേ ബിസിനസ്സിലൊരു വലിയ സ്ട്രാറ്റജി തെറ്റി. നിങ്ങളുടെ കയ്യിലെ 2 ലക്ഷം രൂപ നഷ്ടമായാൽ നിങ്ങളെ ചീത്ത പറയാൻ അവിടെ വേറെ മാനേജറില്ല. ആ ക്യാബിനിൽ നിങ്ങൾ മാത്രമാണുള്ളത്. അവിടെ നിങ്ങളെ തന്നെയാണ് പ്രതികൂട്ടിൽ നിർത്തേണ്ടത്. അതുകൊണ്ട് ബിസിനസ് തുടങ്ങുമ്പോൾ കയ്യിൽ എത്ര കാശുണ്ട് എന്നതിനേക്കാൾ പ്രധാനം ജോലി കളഞ്ഞതിന് ശേഷം വരുന്ന ഇത്തരം മാനസിക സമ്മർദ്ദങ്ങളെയും ഭയത്തെയും പതുക്കെ കൈകാര്യം ചെയ്യാനുള്ള മെൻ്റൽ ഫിറ്റ്നസ് നിങ്ങൾക്കുണ്ടോ എന്നതാണ്. ഒരു മനുഷ്യൻ ജോലി രാജിവെച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ചുറ്റുമുള്ളവരൊക്കെ ചുമ്മാ മോട്ടിവേഷൻ തരും, റിസ്ക് എടുക്കടാ എങ്കിലേ രക്ഷപ്പെടുമെന്ന്. കേൾക്കാൻ നല്ല സുഖമാണ്, പക്ഷേ ബാക്കപ്പ് ഇല്ലാതെ എടുക്കുന്ന റിസ്ക് അത്ര നല്ല പരിപാടിയല്ല. അപ്പോൾ എന്ത് ചെയ്യും? സാമ്പത്തികമായ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളൊരു വലിയ കമ്പനിയിലെ ജോലി രാജിവെച്ച് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം 3 സുരക്ഷാ കോട്ടകൾ തീർത്തിരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദി റൺവേ കാൽക്കുലേഷൻ. നിങ്ങളൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? കറക്റ്റ് സ്പീഡിൽ റൺവേയിൽ ഓടിച്ച് കറക്റ്റ് ടൈമിൽ പറക്കണം, അല്ലെങ്കിൽ ക്രാഷ് ആവും അല്ലേ? സെയിം മെത്തേഡാണ് ഇവിടെയും. നിങ്ങൾ ബിസിനസ് തുടങ്ങിയ ആദ്യത്തെ 1 വർഷം അതിൽ നിന്ന് 1 രൂപ പോലും ലാഭമായി നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരില്ല എന്ന് 100% ഉറപ്പിച്ച് വേണം ഇതിലേക്ക് ഇറങ്ങാൻ. ഉറപ്പിച്ചാൽ മാത്രം മതിയോ?
അതിന് കുറച്ച് റിയാലിറ്റികൾ ഫേസ് ചെയ്യണ്ടേ? തീർച്ചയായും വേണം. നിങ്ങളുടെ ഫ്ലാറ്റ് വാടക, കറണ്ട് ബില്ല്, കുട്ടികളുടെ സ്കൂൾ ഫീസ്, വീട്ടിലെ ചിലവുകൾ, പിന്നെ നിങ്ങളുടെ ആ കഴുത്തറപ്പൻ ഹോം ലോൺ അല്ലെങ്കിൽ കാർ ലോണിൻ്റെ EMIകൾ, ഇതെല്ലാം കൂടി മാസത്തിലൊരു 50,000 രൂപ വരുന്നുണ്ടെന്ന് കരുതുക. ബിസിനസിൻ്റെ നിയമപ്രകാരം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം 12 മുതൽ 18 മാസത്തെ ജീവിക്കാനുള്ള തുക ആയിരിക്കണം. അതായത് ഏകദേശം 6 ലക്ഷം രൂപ. ഇത് ബിസിനസ്സിൽ ഇറക്കാനുള്ള പണമല്ല. ഇത് നിങ്ങളുടെ കുടുംബം പട്ടിണി കിടക്കാതിരിക്കാൻ മാറ്റിവെക്കേണ്ട സർവൈവൽ ഫണ്ടാണ്. ഇത് നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആദ്യത്തെ മാസങ്ങളിൽ ബിസിനസ്സിൽ പൈസ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് രാത്രി സമാധാനമായി ഉറങ്ങാൻ പറ്റൂ. ഇതില്ലാതെ എടുത്തു ചാടിയാൽ 3-ാമത്തെ മാസം EMI മുടങ്ങുമ്പോൾ നിങ്ങളുടെ ബിസിനസ് മോഹങ്ങൾ അവിടെ അവസാനിക്കും. ഇനി നമ്മുടെ നാട്ടിലെ 90% പേർക്കും പറ്റുന്ന ഒരു അമളി എന്താണെന്ന് അറിയാമോ? ആകെ കൂടി സേവിങ്സ് ആയി ഒരു 8 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. ഇത് വെച്ചൊരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഇടും. എന്നിട്ട് ബിസിനസ്സിന് ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങാനും ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ എടുക്കും. വീട്ടിലെ കറിവേപ്പില വാങ്ങാനും ഇതിൽ നിന്ന് തന്നെ എടുക്കും. അപ്പോൾ എന്താ സംഭവിക്കും? 5 മാസം കഴിയുമ്പോൾ ബിസിനസ്സും പച്ചപിടിക്കില്ല, കയ്യിലെ 8 ലക്ഷം തീരുകയും ചെയ്യും. അതുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന അന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലെ ചെലവുകൾക്കുള്ള പണം ഒരു അക്കൗണ്ടിലും ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള ക്യാപിറ്റൽ വേറൊരു അക്കൗണ്ടിലും ആയിരിക്കണം. ബിസിനസ് അക്കൗണ്ടിൽ എത്ര കോടികൾ കിടന്നാലും ശരി, നിങ്ങളുടെ ഫാമിലി അക്കൗണ്ടിലേക്കുള്ളത് മുൻകൂട്ടി മാറ്റി വെച്ചേക്കണം. ഇനി അടുത്തത്, നിങ്ങളൊരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ എന്തെങ്കിലും അസുഖം വന്നാൽ കമ്പനി വക ഹെൽത്ത് ഇൻഷുറൻസ് കാണും, അല്ലേ? എന്നാൽ നിങ്ങൾ ജോലി രാജിവെച്ച് പടിയിറങ്ങുന്ന ആ സെക്കൻഡിൽ ആ ഇൻഷുറൻസ് കട്ടാകും. ബിസിനസ് തുടങ്ങി 6-ാമത്തെ മാസം നിങ്ങളുടെ കയ്യിൽ പണമില്ലാതിരിക്കുന്ന സമയത്തായിരിക്കും വീട്ടിൽ ആർക്കെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വരുന്നത്. 1 ലക്ഷം രൂപ ഹോസ്പിറ്റൽ ബിൽ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നട്ടൽ അതോടൊടിയും. അതുകൊണ്ട് രാജിവെക്കുന്നതിന് മുൻപ് തന്നെ സ്വന്തം പേരിൽ ഒരു നല്ല പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് അതിൻ്റെ പ്രീമിയം അടച്ചു എന്ന് ഉറപ്പാക്കണം. അപ്പോൾ നമ്മൾ ഇൻഷുറൻസും റൺവേ ഫണ്ടും ഒക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ഇവിടെയാണ് നമ്മുടെ ഉള്ളിൽ അടുത്ത ചോദ്യം വരുന്നത്. ജോലിയൊക്കെ കളഞ്ഞ് ഇതിനു വേണ്ടി ഇറങ്ങാൻ പറ്റിയ പ്രായമാണോ ഇത്? ഈ ചോദ്യം എല്ലാ പ്രായക്കാരുടെ ഉള്ളിലും ഉണ്ടാകും. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് കരുതി നിങ്ങൾ തീരുമാനിക്കുന്നത് എപ്പോഴാണോ അതാണ് ശരിയായ സമയം, മറ്റൊന്നും ഒരു തടസ്സമായി കാണരുത്, എന്തെങ്കിലും ആഗ്രഹിച്ചാൽ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കും എന്നൊക്കെ പറയാം. പക്ഷെ നമ്മളിവിടെ റിയാലിറ്റിയെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സത്യം പറയാം. ബിസിനസ്സിൻ്റെയും ഫിനാൻസിൻ്റെയും ഭാഷയിൽ പറഞ്ഞാൽ ഓരോ പ്രായത്തിലും ഈ പരീക്ഷണം നടത്തുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ലയബിലിറ്റികളും സാധ്യതകളും തികച്ചും വ്യത്യസ്തമാണ്. നമുക്ക് ഈ പ്രായത്തെ കൃത്യമായി ഒന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊരു 22 മുതൽ 26 വയസ്സ് വരെ പ്രായമുള്ളപ്പോഴാണ് ഈ ബിസിനസ് ഭ്രാന്ത് തലയ്ക്ക് പിടിക്കുന്നതെന്ന് കരുതുക. ഫിനാൻഷ്യൽ ഭാഷയിൽ പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ വൈൽഡ് കാർഡ് എൻട്രി. നിങ്ങളുടെ തലയിൽ അതിഭീകരമായ EMIകൾ കാണില്ല. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഭാര്യയുടെയോ കുട്ടികളുടെയോ ഒന്നും ഉത്തരവാദിത്തമില്ല. മാതാപിതാക്കൾക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസ് കാണില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു റൺവേ ഫണ്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. പരമാവധി പോയാൽ ബിസിനസ് പൊട്ടും. നിങ്ങൾ വീണ്ടും ഒരു 9 to 5 ജോലിയിലേക്ക് കയറും. അതിൽ കൂടുതൽ എന്തുണ്ടാവാനാ? ഇനി നിങ്ങളൊരു 28 മുതൽ 35 വയസ്സ് വരെയുള്ള കാറ്റഗറിയിലുള്ള ആളാണെന്ന് കരുതുക. നിങ്ങളൊരു 6-7 വർഷം കോർപ്പറേറ്റിൽ പണിയെടുത്തു, കയ്യിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, കുറച്ച് കാശും സമ്പാദിച്ചു. ഇതാണ് ഏറ്റവും ക്രൂഷ്യലായ പ്രായം. നിങ്ങൾക്ക് മാർക്കറ്റ് അറിയാം, ആളുകളെ ഡീൽ ചെയ്യാൻ അറിയാം, നല്ലൊരു നെറ്റ്വർക്ക് കാണും, ബിസിനസ്സിലേക്ക് ഇറക്കാൻ സ്വന്തമായ ഒരു തുക കയ്യിലും ഉണ്ടാകും. പക്ഷേ റിസ്ക് ഇവിടെ ട്രിപ്പിളാണ്. കാരണം ഈ പ്രായത്തിലാണ് കല്യാണം കഴിയുന്നതും കുട്ടികളുണ്ടാകുന്നതും പിന്നെ അല്ലറ ചില്ലറ കടവും ലോണും ഒക്കെ ഉള്ളതും. ഇവിടെ നിങ്ങൾ തോറ്റാൽ നിങ്ങൾ മാത്രമല്ല തോൽക്കുന്നത്, നിങ്ങളുടെ കൂടെ ഒരു കുടുംബം മൊത്തം താഴേക്ക് പോകും. ഈ പ്രായത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 18 മാസ റൺവേ റൂൾ അക്ഷരം പ്രതി പാലിക്കേണ്ടത്. ഇനി ഒരു 38 മുതൽ 40 വയസ്സിന് മുകളിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വമ്പൻ എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കും. കയ്യിൽ നല്ല ബാങ്ക് ബാലൻസ് കാണും. നിങ്ങൾക്ക് ബിസിനസ് എങ്ങനെ റൺ ചെയ്യണമെന്ന് ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഇൻവെസ്റ്റർമാരെയും ക്ലയൻസിനെയും ഡീൽ ചെയ്യാൻ വേണ്ടുന്ന മെച്യൂരിറ്റിയും കാണും. പക്ഷേ ഇവിടുത്തെ അടുത്ത 2 വില്ലന്മാർ വരും: ലയബിലിറ്റിയും ഹെൽത്തും. കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, സ്കൂൾ ഫീസ്, പ്രായമായ മാതാപിതാക്കളുടെ കനത്ത മെഡിക്കൽ ചെലവുകൾ ഒക്കെ അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സമയമാണിത്. അതിലും വലുത് 20കളിൽ ഉള്ളതുപോലെ ദിവസവും 16 മണിക്കൂർ ഉറക്കമില്ലാതെ പണിയെടുക്കാനുള്ള ശാരീരികവും മാനസികവുമായ എനർജി ഈ പ്രായത്തിൽ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഇതിലേതാണ് ബിസിനസ് തുടങ്ങാൻ പറ്റിയ റൈറ്റ് ഏജ്? നിങ്ങൾ എന്നെ ചീത്ത പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഫിനാൻസിൻ്റെയും ബിസിനസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനൊരു പെർഫെക്റ്റ് പ്രായം ഇല്ല. കാരണം പ്രായമല്ല ഇവിടെ പ്രധാനം, നിങ്ങളുടെ ലയബിലിറ്റി മാട്രിക്സ് ആണ്. 22 വയസ്സുള്ള നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരേ ഒരു വരുമാന മാർഗ്ഗമാണെങ്കിൽ നിങ്ങളുടെ ലയബിലിറ്റി ഒരു 40 വയസ്സുകാരൻ്റേതിന് തുല്യമാണ്. അതുപോലെ 40 വയസ്സുള്ള നിങ്ങൾക്ക് പ്രത്യേകിച്ച് ബാധ്യത ഒന്നുമില്ലെങ്കിൽ ഒരു 20 വയസ്സുകാരൻ്റെ ഫ്രീഡത്തോടെ റിസ്ക് എടുക്കാനും പറ്റും. ഏകദേശം തുടങ്ങാനുള്ള പ്രായവും മുൻകരുതലുകളും ഒക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ കൂടി ഒന്ന് പ്ലാൻ ചെയ്യാം. ഒരാവേശത്തിൽ പോയി റെസിഗ്നേഷൻ മുഖത്തേക്ക് വലിച്ചെറിയുന്ന സീനൊക്കെ തൽക്കാലം സ്വപ്നത്തിൽ മതി. ജീവിതത്തിൽ പരീക്ഷിക്കാൻ നിൽക്കണ്ട. നമുക്ക് അതിനു മുൻപ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതിലൊന്നാണ് സൈഡ് ഹസൽ ടു മെയിൻ ഹസൽ സ്ട്രാറ്റജി. നിങ്ങളുടെ 9 to 5 ജോലി കൃത്യമായി ചെയ്തുകൊണ്ട് തന്നെ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രിയിലെ ഒഴിവ് സമയങ്ങളും ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് ഐഡിയ ചെറിയ രീതിയിലൊന്ന് മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ MVP അഥവാ മിനിമം വയബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്.
നിങ്ങൾ തനിയെ ചെയ്യുന്ന ആ ചെറിയ സൈഡ് ബിസിനസ്സിൽ നിന്ന് നിങ്ങളുടെ മാസത്തെ ഫാമിലി ചെലവിനുള്ള പണം ഏകദേശം സ്ഥിരമായി വരാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ടാകും. അന്ന് നിങ്ങൾക്കറിയാം ഈ ഐഡിയ മാർക്കറ്റിൽ ക്ലിക്കായിട്ടുണ്ടെന്ന്. ഇതിനോടൊപ്പം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശികകളും പേഴ്സണൽ ലോണുകളും പരമാവധി ക്ലോസ് ചെയ്യാനും കൂടി ശ്രമിക്കണം. ബിസിനസ് റൺവേയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് ഇതിലേക്ക് ₹1 പോലും പോകരുത്. മറ്റൊരു പ്രധാന കാര്യം, നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ 9 മണിക്ക് ലോഗിൻ ചെയ്ത് 5 മണിക്ക് ലോഗ് ഔട്ട് ചെയ്യാം. ശനി ഞായറും ചിലപ്പോൾ ലീവ് കിട്ടും. എന്നാൽ സ്വന്തമായി ബിസിനസ് തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ അവധികളും ടൈം സ്ലോട്ടും ഒന്നും ഉണ്ടാവില്ല. ക്ലയൻറ്റ് രാത്രി 11 മണിക്ക് വിളിച്ചാലും നിങ്ങൾക്ക് ഫോൺ എടുക്കേണ്ടിയും വരും. ആ ഒരു ശാരീരിക മാനസിക അധ്വാനത്തിന് നിങ്ങൾ തയ്യാറാണോ എന്നുകൂടി ചിന്തിച്ചിരിക്കണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശമൊക്കെ ആയ സ്ഥിതിക്ക് ഒരു രാജിയൊക്കെ കൊടുക്കാം. ഇനി ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഒരു ചോദ്യം എന്തായിരിക്കുമെന്ന് കൂടി ഞാൻ പറയട്ടെ. ഇതൊന്നും ചെയ്യാതെ, ഒരു ബാക്കപ്പും ഇല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് ചാടി പുറപ്പെട്ട് ജീവിതത്തിൽ വൻ വിജയം നേടിയ എത്രയോ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊന്നും ബാധകമല്ലേ എന്ന്. ബിസിനസ്സിൻ്റെയും ലൈഫിൻ്റെയും ഭാഷയിൽ ഇതിനൊരു പേരുണ്ട്, സർവൈവർഷിപ്പ് ബയസ്. ജയിച്ചു നിൽക്കുന്ന 100 പേരുടെ കഥകൾക്കിടയിൽ എടുത്തുചാടി ബിസിനസ് ചെയ്ത് കടം കയറി തകർന്നു പോയ 1000 പേരുണ്ടാകും. ആ 1000 പേരുടെ കഥകൾ ആരും എവിടെയും എഴുതാറില്ല, ഒരു റീൽസിലും വരാറുമില്ല. ആ 1000 പേരിൽ ഒരാളായി നിങ്ങളാവാതിരിക്കാനാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ മുൻകരുതലുകളും ഫിനാൻഷ്യൽ പ്ലാനിങ്ങും. ഭാഗ്യം കൊണ്ട് മാത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി ഒരു ചായ ചർച്ചയിൽ നിങ്ങൾ ശരിക്കും ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ആ റെസിഗ്നേഷൻ ലെറ്റർ ടൈപ്പ് ചെയ്യുന്ന ആ ദിവസമുണ്ടല്ലോ, അന്ന് മറക്കാതെ ഈ വീഡിയോയുടെ താഴെ വന്നൊരു കമൻറ്റ് ചെയ്തേക്കണം. കാരണം നാളെ ഈ വഴിയിലൂടെ വരാൻ പേടിക്കുന്ന മറ്റുള്ളവർക്ക് നിങ്ങളുടെ ആ കരിയർ ജേണി വലിയൊരു ഇൻസ്പിറേഷനായി മാറും. അങ്ങനെയെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ? അപ്പം ഈ വീഡിയോ കോണ്ടൻറ്റ്സ് നല്ലതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ആലോചിക്കാവുന്നതാണ്.